പുറം മോടി നോക്കി മാർക്കിടരുത്. കുപ്പിയുടെ ഡിസൈനിങ്ങും കളറും കണ്ട് വഞ്ചിതരാവരുത്. കുപ്പിയിൽ തേനാണോ പാലാണോ വെള്ളാണോ വിഷവസ്തുക്കളാണോ തിരിച്ചറിയാൻ കഴിയണം. തേനാണെങ്കിൽ തന്നെയും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ മനസ്സിലാക്കണം. തിരിച്ചറിഞ്ഞ് വാങ്ങാൻ പറ്റൂ. എത്രയെത്ര വഞ്ചനകൾ. പലപ്പോഴും തേൻ അതിൻ്റെ കൂട്ടിൽ നിന്ന് പീഞ്ഞു തരുന്നത് ആരാ സംശയിക്കുക? അവിടെയും ഡ്യൂപ്ലിക്കേറ്റുകൾ നടക്കുന്നില്ലേ? എല്ലാ മേഖലകളിലും വ്യാജന്മാരുണ്ട്. നെല്ലും പതിരും തിരിച്ചറിയാൻ, കല്ലും മുള്ളും വേർതിരിച്ചറിയാൻ കഴിയണം. അകക്കാമ്പ് നോക്കിയാണ്, പുറമോടി നോക്കിയല്ല മാർക്കിടേണ്ടത്. ആര് മുമ്പിൽ വന്നാലും ലക്ഷറി വാഹനം കണ്ട്, ഷൂ കോട്ട് കണ്ട് ബിസിനസ്സുകളും മറ്റും വഞ്ചിതരാവരുത്. അവരെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കുക. അവർ കഴിഞ്ഞ കാലങ്ങളിൽ സത്യസന്ധത എത്രയുണ്ട്, കൃത്യനിഷ്ഠത എത്രയുണ്ട്, വാക്കെത്ര പാലിക്കാറുണ്ട്. എപ്പോഴും ഭാവി നിർണ്ണയിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒരു മിന്നലോട്ടം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം സത്യസന്ധതയും കൃത്യനിഷ്ഠതയും കൈമുതലാക്കി ജീവിക്കുന്നു എന്നുറപ്പായാൽ അദ്ദേഹത്തിന് കത്തിയും കഴുത്തും കയറും കൊടുക്കാം. അല്ല, ഇന്ന് കണ്ട അപരിതൻ, ഒന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല. വഞ്ചിതരാവരുത്. നന്നായി പഠിക്കുക. പഠനാനന്തരം നമുക്ക് വിലയിരുത്തുക. ശ്രദ്ധിച്ചു വേണം, സൂക്ഷിച്ചു വേണം.